അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നത്. ഒന്ന്, ഈയിടെയായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്കിൽസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. രണ്ടാമത്, നമ്മുടെ സ്കൂളിലെ ശാസ്ത്രോത്സവം. ഈ രണ്ട് വിഷയങ്ങളും പരസ്പര പൂരകങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാഡമിക്സിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന, അല്ലെങ്കിൽ അതിലേറെ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവ. അതിൽ ആദ്യം പറഞ്ഞ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ ഈ വിഷയത്തിൽ നേരത്തെ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല. അഥവാ ഇതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ ഫോമുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് വീഡിയോയിൽ ഞാൻ വരാൻ കാരണം, ഞാൻ അതിൻ്റെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ എടുത്ത സമയത്ത് മനസ്സിലാവുന്നത്, പാരൻസ് കുറച്ച് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർക്ക് അറിയാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് ധാരണയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്കിൽസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇസ്സത്ത് നോളജ് ക്യാമ്പസിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതൊരു വലിയ മുന്നേറ്റമാണ്. വരാനിരിക്കുന്ന സമയങ്ങളിൽ അക്കാഡമിക്സിന്റെ ഭാഗമായിട്ട് തന്നെ, അഥവാ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ട് തന്നെ വരാൻ പോകുന്ന ഒരു സംവിധാനമാണ് ഈ ഇത്തരത്തിലുള്ള സ്കിൽസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു മുഴം മുന്നേ ഇസ്സത്ത് നോളജ് ക്യാമ്പസ്, അഥവാ എപ്പോഴും എല്ലാ വിഷയത്തിലും നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത് പോലെ തന്നെ ഇതിലും മുന്നിട്ട് നിൽക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകരിക്കുന്നത്, അഥവാ അവനിൽ പഠിച്ചെടുക്കുന്ന അവന്റെ അക്ഷരങ്ങൾ അതുപോലെ തന്നെ മറ്റു അക്കാഡമിക് സ്കില്ലുകൾ, അതെല്ലാം കോർത്തിണക്കി അതിനെ പരിപോഷിപ്പിക്കുകയും അത് ജീവിതത്തിൽ വിജയിക്കുന്നതിന്, അഥവാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, മീഡിയ ലിറ്ററസി, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു വിദ്യാർത്ഥിയിൽ, അഥവാ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ള സകലമാന സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഈ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ സ്കേറ്റിംഗ്, അബാക്കസ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ആരംഭിക്കാനിരിക്കുന്ന മാർഷൽ ആർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതൊക്കെ പറയുകയാണെങ്കിൽ വലിയ ഒരു വീഡിയോ ആയിട്ട് ഇതിന് മാറും. നമ്മളിപ്പോ ഈവൻ മാർഷൽ ആർട്സ് എടുക്കുകയാണെങ്കിൽ പോലും കുട്ടികളുടെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെന്റിന് അതെന്ത് ചെയ്യും, സഹായിക്കുന്നുണ്ട്. അതേസ്ഥാനത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് കുട്ടികളുടെ തോട്ട് പ്രോസസ്സിനെ, അതുപോലെ തന്നെ സ്പേഷ്യൽ തിങ്കിങ്ങിനെയൊക്കെ അത് നന്നായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അബാക്കസിലേക്ക് വരുമ്പോഴും മാത്തമാറ്റിക് സ്കില്ല്, സത്യം പറഞ്ഞാൽ ലോകത്തെല്ലാം മാത്തമാറ്റിക്സ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നതിന്റെ അപ്പുറത്ത് അതിന്റെ കാമ്പുകളുണ്ട്. അപ്പൊ ഞാൻ ഇത്രമാത്രം ഇതിനെ പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇതിൽ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കോഴ്സ് നിലവിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുകയും അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമ്മുടെ പാരൻസിന്റെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ഒക്കെ സ്വീകാര്യതയും ലഭ്യതയും ഒക്കെ അവൈലബിലിറ്റിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഇതിനെ ഒന്നിലധികം കോഴ്സിൽ കുട്ടികൾക്ക് പങ്കെടുക്കാവുന്ന ഒരു സാഹചര്യം ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. നിലവിൽ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രാരംഭ ദശയിലായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ രൂപത്തിൽ നമ്മൾ തുടങ്ങുന്നു. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു എലാബറേഷൻ, അഥവാ ഒരു ഡെവലപ്മെന്റ് ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് വലിയ രൂപത്തിൽ നമുക്കതിനെ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും നിങ്ങളെല്ലാവരും ഇന്നത്തോടു കൂടെ തന്നെ അതിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് സൂചിപ്പിക്കുന്നത് ശാസ്ത്രോത്സവം. അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഗ്രൂപ്പുകളിൽ വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉത്സവം എന്ന് പറഞ്ഞത് നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ അത് തുടക്കത്തിൽ പറഞ്ഞത്, ഇതൊരു പിണഞ്ഞു കിടക്കുന്ന സംഗതികളാണ്. കുട്ടികളുടെ കഴിവുകളെ, അവരുടെ സ്വന്തമായിട്ടുള്ള ഇനിസിയേഷനെ, അവരുടെ ചിന്തകളെ അവർ പലപ്പോഴും ഡെവലപ്പ് ചെയ്യുന്ന അവരുടേതായ കഴിവുകളുണ്ട്, ക്രിയേറ്റീവ് സ്കില്ലുകളുണ്ട്. നമ്മളിപ്പോ തൊട്ടു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സയൻസ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു മിനി എക്സ്പോ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിന് എത്ര മനോഹരമായിട്ടാണ് കുട്ടികൾ അതുമായിട്ട് സഹകരിക്കുന്നതും പാർട്ടിസിപ്പേഷൻ നടത്തുന്നതും. നമുക്ക് സമയത്തിന്റെ അത് കഴിഞ്ഞ ഉടനെ പിന്നീട് മഴക്കാല അവധിയൊക്കെ വന്നതുകൊണ്ട് അത് വേണ്ട രൂപത്തിൽ എന്താ പറയാ, പിന്നീട് അതിന്റെ ഫോളോ അപ്പ് കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പരീക്ഷയും അക്കാഡമിക്സും ഒക്കെ വന്നപ്പോൾ വീണ്ടും നമ്മൾ അക്കാഡമിക്സിലേക്ക് ഫോക്കസ് ചെയ്തു. അപ്പോൾ അഥവാ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കുട്ടി
വ്യക്തിയുടെ ക്ലാസ് മുറികളിൽ നിന്ന് പുറത്ത്, അഥവാ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അവന്റെ കഴിവുകളെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് ഈ ശാസ്ത്രോത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രോഗ്രാമുകളിൽ നിന്ന് നിർബന്ധമായിട്ടും കുട്ടികളെ ഏതെങ്കിലും ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളായ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇത് നമ്മുടെ മക്കളുടെ പിന്നാലെ നടന്നാൽ പിന്നീട് തീർച്ചയായിട്ടും അതിന്റെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. നിർബന്ധമായിട്ടും നിങ്ങളെല്ലാവരും കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ച് ഓർമ്മപ്പെടുത്തി, ഇനി എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാമെന്ന് സൂചിപ്പിക്കുന്നു. നമ്മൾ ഈ സ്കിൽസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇസത്തിൽ. അത് ഒന്നുകൂടെ പോളിഷ് ചെയ്ത് കുറച്ചും കൂടെ അതിന്റെ നേരത്തെ നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു പൂർണ്ണ രൂപത്തിലാണെന്ന് നിലവിൽ നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻഷാ അല്ലാ അത് അങ്ങനെ തന്നെ നടക്കുമെന്ന് സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.